നമ്മളിന്ന് ഒരു 3D ഫ്ലോർ പ്ലാനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. ജസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ വില്ല എന്നുള്ളത് നമ്മൾ അപ്ലോഡ് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ പറയാം. ഞാനിവിടെ പറയാണ്, എനിക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള 3D ഫ്ലോർ പ്ലാൻ ആക്കി മാറ്റി തരിക. ഇവിടെ എഴുതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം കേട്ടോ. 3D ഫ്ലോർ പ്ലാൻ. 3D എന്നുള്ളത് വേണമെങ്കിൽ ഇതിന് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം 3D ഫ്ലോർ പ്ലാൻ. ഓക്കെ, മാറ്റി തരിക. അപ്പൊ നമുക്ക് എന്താണോ വേണ്ടത് അത് ഇതുപോലെ പറയുക. എന്നിട്ട് ഇവിടെ ജസ്റ്റ് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുക. എന്നിട്ട് തിരിച്ചിവിടെ ജെമിനി പോവുക. ജെമിനി പോയിട്ട് ഇവിടെ പോയിട്ട് ക്രിയേറ്റ് ഇമേജ് എന്നുള്ള സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇപ്പൊ അപ്ലോഡ് ചെയ്ത അതേ ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇവിടെ പോയിട്ട് കോപ്പി ചെയ്യുക. ഇവിടെ പോയിട്ട് പേസ്റ്റ് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. നമ്മൾ ക്യാൻവേ പോവുക. ക്യാൻവേ പോയിട്ടൊന്ന് പേസ്റ്റ് ചെയ്യുക. ക്യാൻവേ പോകണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷെ നമുക്കൊന്ന് കമ്പാരിസൺ ചെയ്യാനുണ്ട്. ഇത് ലെഫ്റ്റ് റൈറ്റും കൃത്യമായിട്ട് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ക്യാൻവ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ ഇമേജ് ജനറേറ്റ് ആയി. നമുക്ക് ഇവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ആ ഇമേജ് ഡൗൺലോഡ് ചെയ്ത ഇമേജ് നമുക്ക് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്ന് കമ്പാരിസൺ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ലിവിങ്, സിറ്റ് ഔട്ട്, പോർച്ച്, ടോയ്ലറ്റ്, ബെഡ്റൂം, സ്റ്റെയർ, വർക്ക് ഏരിയ, കോർട്ട്യാർഡ്, കിച്ചണ്. ഓക്കെ, ഇപ്പൊ അതേപോലെ സാധനം തന്നെയാണ് വന്നേക്കുന്നത്. ഇനി ഇതിന്റെ നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം എന്താണ് ക്വാളിറ്റി ഉണ്ടെന്ന് അറിയാം. കണ്ടോ, ഇത് ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും. അതേ സാധനം തന്നെ നമുക്ക് ഈ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഓരോരോ ഇതായിട്ട് നമുക്ക് മാറ്റണം. കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പോയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ബെഡ്റൂം, ലിവിങ് റൂം, കുറേ കാര്യങ്ങളെല്ലാം കണ്ട ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ അത് നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ നമുക്ക് ചേഞ്ചസ് വരുത്തുകയും ചെയ്യാം. ഈ രീതിയിലേക്ക് നമുക്ക് റെഡിയാക്കാം. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഫ്ലോർ ആണ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ മാറ്റിയിട്ട് ഫസ്റ്റ് ഫ്ലോർ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫസ്റ്റ് ഫ്ലോർ തന്നെ അപ്ലോഡ് ചെയ്യുന്നു. ഇനി ഞാനിവിടെ ഫസ്റ്റ് ഫ്ലോർ കൂടെ തരിക. ഫസ്റ്റ് ഫ്ലോർ എന്നിട്ട് ഞാൻ ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഞാനിവിടെ ജെമിനി പോവുക. ഫസ്റ്റ് ഫ്ലോർ അപ്ലോഡ് ചെയ്യുക. പ്രോംപ്റ്റ് കോപ്പി ചെയ്യുക. ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുക. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോർ കിട്ടിയേക്കണേ. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. അടുത്ത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിന്റെ ഇവിടെ നമുക്കൊന്ന് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ കമ്പാരിസൺ ചെയ്യാം. ബെഡ്റൂം, അപ്പർ ലിവിങ്, ബാൽക്കണി, ഓപ്പൺ ഡ്രസ്, ടോയ്ലറ്റ്, ബെഡ്റൂം, സ്റ്റെയർ കേസ്, ഓപ്പൺ ഡ്രസ്. ഒരു കോർട്ട്യാർഡ് ആയിരുന്നു, പക്ഷേ ഇവിടെ അവര് സ്റ്റെയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അങ്ങനെ ഒരു വിഷയം മാത്രമേ ഇല്ലാത്തുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഡോറ് D1, D2. ഡോർ ഇവിടെ ഓക്കെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡോറ്, സ്ലൈഡിങ് ഡോറ്, ഇവിടെ D1, ഇവിടെ D1, ഇവിടെ D2, ഇവിടെ D2. വർക്കേരിയുടെ ഇവിടേക്കുള്ള D1. ഡോറുകളെല്ലാം ഓക്കെയാണ്. അപ്പൊ ഈ രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും.